പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിക്ക് തലയ്ക്ക് വട്ടാണോ? അല്ല, ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പറയുന്ന കേൾക്കുമ്പോൾ എടുത്തിട്ട് അടിച്ച് പദം വരുത്തും എന്നൊക്കെ പറയില്ല, അങ്ങനെ തോന്നും. കാരണം അയാൾ വാ തുറന്നാൽ പാകിസ്ഥാന് തന്നെ പ്രശ്നമാണ്, പിന്നെ മറ്റുള്ള രാജ്യങ്ങൾക്കും. ഇപ്പോ നമ്മളെ എന്തോ IPL ക്രിക്കറ്റ് ലൈറ്റ് ഓഫ് ചെയ്ത് നമ്മൾ തന്നെ നമ്മളെ ഹാക്ക് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നത് കോജ? അതായത് ഇന്ത്യ ആക്രമിച്ചാൽ ഞങ്ങൾ ആറ്റം ബോംബ് ഇടുമെന്ന് ഭീഷണിപ്പെടുത്തിയ ആദ്യത്തെ ആളാണ് ഈ ചങ്ങാതി ഖാജ ആസിഫ്. നല്ല പ്രായമുള്ള മനുഷ്യനാണ് കേട്ടോ, ബഹുമാനിക്കണം. ഒരു അപ്പൂപ്പൻ്റെ പ്രായമാണ്. ഖമനിയെ പോലെ 85-ലും. അപ്പോൾ അതിൻ്റെ പ്രായത്തിൻ്റെതായ ഓർമ്മപ്പശകും ധാരണക്കുഴപ്പവും ഒക്കെയുണ്ട് ആ മനുഷ്യന്. അപ്പോൾ ഈ ഖാജ ആസിഫ് പിന്നെയും ഒരു അവകാശവാദം പറഞ്ഞിരുന്നു. ഇന്ത്യയുടെ മറ്റേ റഫേൽ വിമാനങ്ങളൊക്കെ ഞങ്ങൾ അടിച്ചിട്ടു, 3 റഫേലും വേറെ 2, മൊത്തം 5 എണ്ണം, ഒട്ടും കുറച്ചില്ല, 5 എണ്ണം ഞങ്ങൾ വീഴ്ത്തിയെന്ന് അവകാശപ്പെട്ട ആളാണ്. മറ്റൊരു 4 പറഞ്ഞല്ലോ, ഖമനയെ 4 പറഞ്ഞല്ലോ, 5. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഇങ്ങേര് വന്നത്, ഇപ്പോൾ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ കഴിഞ്ഞ് വാങ്ങിച്ചു കൂട്ടാവുന്ന പരമാവധി വാങ്ങിച്ചു കൂട്ടി. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം നടത്തിയൊരു പ്രസ്താവനയാണ് ചിരിയായത്. പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ സൈബർ പോരാളികൾ ഇന്ത്യക്കെതിരെ നല്ല ആക്രമണം നടത്തി. സൈബർ പോരാളി ഷാജിമാർ അവിടെയും ഉണ്ട്. അതെ, സൈബർ പോരാളികൾ. പിന്നെ ഇന്ത്യയിലെ ഒരു IPL മത്സരം ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ പകുതിക്ക് വെച്ച് നിർത്തിവെച്ചിരുന്നു. അത് പിന്നെ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സമയമാണ്. ഒരു വ്യോമാക്രമണ സാധ്യത കണ്ടെത്തി ബ്ലാക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ വെളിച്ചമെല്ലാം അണയ്ക്കുക. ഇപ്പോൾ സ്റ്റേഡിയത്തിൽ അത്രയും വലിയ ലൈറ്റൊക്കെ വെച്ചിരുന്ന പ്രശ്നമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്റ്റേഡിയത്തിലെ ലൈറ്റ് അണക്കണം. അങ്ങനെ സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായിട്ട് IPLലെ എനിക്ക് തോന്നുന്നു പഞ്ചാബ് കിങ്സും ഡൽഹി ക്യാപിറ്റൽസുമായിട്ടുള്ള ഒരു മത്സരം മെയ് 8-ാം തീയതി നടന്ന മത്സരം, ഇതാണ് പകുതിക്ക് വെച്ച് നിർത്തിയത്. അതിന് കാരണം ആ ലൈറ്റ് ഞങ്ങൾ ഹാക്ക് ചെയ്തുകൊണ്ടാണ്. അല്ല, ഇത് ഹാക്ക് ചെയ്ത് എങ്ങനെയാണ് ലൈറ്റ് ഓഫ് ചെയ്യുന്നെന്നുള്ള ആ സാങ്കേതിക വിദ്യ KCBക്ക് ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കണമായിരുന്നു അല്ലേ? അപ്പൊ പിന്നെ അവിടെ ഇരുന്നിട്ട് ഹാക്ക് ചെയ്തല്ലേ ഇവിടെ കളഞ്ഞോളൂല്ലേ. ഏതായാലും ഒരിടത്തും നടക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് ഏതോ ഉട്ടോപ്യൻ സങ്കല്പത്തിൽ പുള്ളി പറഞ്ഞതാണ്. അതിനുശേഷം പുള്ളി പറഞ്ഞതാണ് അതിലും കോമഡി: ഇതൊക്കെ ഞങ്ങളുടെ തദ്ദേശീയമായ സാങ്കേതിക വിദ്യയാണ്, ഇത് ഇന്ത്യ കണ്ട് മനസ്സിലാക്കണം, പഠിക്കണം. അതും കഴിഞ്ഞില്ല. അതായത് ഇന്ത്യയിൽ ഈ നമ്മളൊരു തന്ത്രം പയറ്റിയായിരുന്നു. നമ്മൾ ഈ സിന്ധു നദീജല കരാർ നിർത്തിവെച്ച ആ സമയത്ത് തന്നെ ഈ പാക് അധീന കാശ്മീരിലോട്ടുള്ള ചില നദികളുടെ ഷട്ടറുകൾ തുറന്നു വച്ചിരുന്നു. തുറന്നതാണോ തുറക്കപ്പെട്ടതാണോ മിന്നൽ പ്രളയം ഉണ്ടായി. അവിടെ അറിയില്ല എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഏതായാലും അവിടെ കുറച്ച് വെള്ളമൊക്കെ പൊങ്ങി ഇങ്ങനെ വന്നു. അപ്പോൾ ആ വെള്ളം തുറന്നു വിട്ടതും പിന്നെ അതിനുശേഷം വെള്ളം തുറന്നു വിട്ട് അതിനുശേഷം നമ്മുടെ പവർ ഗ്രിഡ്, ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമല്ലോ, ആ പവർ ഗ്രിഡെല്ലാം ഓഫ് ചെയ്യിപ്പിച്ചിരുന്നു. ആര്? പാകിസ്ഥാൻ. അത് ഇവിടെ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചത് കൊണ്ടാണ്. ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിക്കുമ്പോൾ വൈദ്യുതി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ആവൂലല്ലോ. ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിക്കുമ്പോൾ വൈദ്യുതി വിതരണമൊക്കെ പലയിടത്തും നിർത്തിവെച്ചിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പവർ ഗ്രിഡൊക്കെ ഓഫ് ചെയ്ത് വന്നത്. അതൊക്കെ കയറി അങ്ങ് അവകാശപ്പെടും. അതായത് ഈ മറ്റേ കൊച്ചിൻ്റെ പിതൃത്വം അങ്ങ് ഏറ്റെടുക്കില്ലേ എന്ന് പറഞ്ഞ പോലെ പരിപാടിയാണ്. ഇനി ഈ ചങ്ങാതി മറ്റേ റഫേൽ യുദ്ധവിമാനം വെടിവെച്ചിട്ടു എന്നുള്ള അവകാശപ്പെട്ടല്ലോ, പുള്ളി അങ്ങ് വിശ്വസിച്ചു പോയതാ. യഥാർത്ഥത്തിൽ റഫേൽ വെടിവെച്ചിട്ടു, സത്യമാണ്, റഫേൽ തന്നെയാണ് വെടിവെച്ചിട്ടത്. പക്ഷേ താഴെ വീണത് റഫേൽ ആയിരുന്നില്ല. അതിൻ്റെ കാര്യം പറഞ്ഞു തരാം. അതായത് ഇന്ത്യ ഈ ഏത് വിമാനവും അന്തരീക്ഷത്തിൽ കൂടി പറക്കുമ്പോൾ റഡാറുകൾ സെൻസ് ചെയ്യും. അപ്പോൾ റഡാറുകളുടെ സിഗ്നലുകൾ വിമാനത്തോട് ചോദിക്കും ഇത് ഏതാണ് വിമാനം എന്നുള്ളത്. അപ്പോൾ വിമാനം തിരിച്ച് റെസ്പോണ്ട് ചെയ്യും, അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തും. അങ്ങനെയാണ് ഓരോ വിമാനങ്ങളെയും റഡാറിൽ ട്രാക്ക് ചെയ്യുന്നത്. ഈ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തൽ നമുക്ക് കൃത്രിമമായി സൃഷ്ടിക്കാൻ പറ്റും. അതിനുള്ള ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ അതിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതി. നമ്മൾ ഈ തഹാവൂർ റാണയെ കൊണ്ടുവന്നപ്പോഴും ഇത്തരത്തിലൊരു നിലപാട് ഇന്ത്യ സ്വീകരിച്ചു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇന്ത്യ റഫേലിൻ്റെ ഇതേപോലെയുള്ള റഡാറുകൾ സെൻസർ ചെയ്യുന്ന ഒരു ഐഡൻറ്റിറ്റി മാർക്കുണ്ടല്ലോ, അത് ആളില്ലാ വിമാനങ്ങൾക്ക് ഘടിപ്പിച്ചു. എന്നിട്ട് ഈ ആളില്ലാ വിമാനം, അതായത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇന്ത്യയുടെ ഈ വിമാനവേദ തോക്കുകളൊക്കെ ഉണ്ടല്ലോ, അതേപോലെ തന്നെ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനമൊക്കെ ഉണ്ടല്ലോ, ഇതൊന്ന് കൃത്യം ഉന്നത്തിൽ കൊള്ളുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി നമുക്ക് പ്രാക്ടീസ് ചെയ്യണമല്ലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ
ഈ ആളില്ലാ വിമാനങ്ങൾ, വിലക്കുറവുള്ള ആളില്ലാ വിമാനങ്ങൾ പറത്തിയിട്ട് അതിനിട്ടാണ് ഈ വെടിവെച്ച് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇത് സമാന രീതിയിലുള്ള ഒരു ആളില്ലാ വിമാനം ഈ പറയുന്ന റഫേലിൻ്റെ സെൻസറുകളൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ അടയാളങ്ങളൊക്കെ വെച്ചുകൊണ്ട് പാകിസ്ഥാനിലോട്ട് അയക്കുന്നു. ഈ പഹയന്മാർ റഡാർ നോക്കുമ്പോൾ അതേ റഫേൽ വരുന്നു, അങ്ങ് വെടിവെച്ചിട്ടു. എന്നിട്ടാണ് ഈ 3 റഫേൽ വീണെന്ന് പറയാം. വീണത് ആളില്ലാ വിമാനമാണ്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ഡമ്മി വിമാനം. അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടില്ല. അത് നമ്മുടെ റഫേൽ അധികൃതരും സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനൊരു സാധനത്തെക്കുറിച്ച് ഇന്ത്യൻ എയർഫോഴ്സ് ഞങ്ങളെ ഇതുവരെ അറിയിച്ചിട്ടില്ല. ഈ ദസോ ഏവിയേഷൻസ് ആണ് റഫേലിൻ്റെ നിർമ്മാതാക്കൾ. സ്വാഭാവികമായിട്ടും ഈ റഫേലിൻ്റെ ഈ പിന്നെ സുരക്ഷാ ഓഡിറ്റിംഗ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അവർ വന്ന് ഇൻസ്പെക്ട് ചെയ്തിട്ട് ഇതിൻ്റെ എല്ലാ പാർട്സും പൂർണ്ണമായി പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണി ഉണ്ടെങ്കിൽ അതൊക്കെ അവരാണ് വന്ന് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു വിമാനത്തിന് കേടുപാടുണ്ടായാൽ ഔദ്യോഗികമായിട്ട് അറിയിക്കണം അവരെ. അങ്ങനെ ഇതുവരെ അറിയിച്ചിട്ടില്ല. തീർന്നില്ല. ആ CEO, ദസോ ഏവിയേഷൻസിൻ്റെ CEO പറഞ്ഞ വാക്കുകൂടി ശ്രദ്ധിക്കണം. അതായത് എന്താണ് ഈ ഇതുമായി ബന്ധപ്പെട്ട വാർത്തയുടെ നിജസ്ഥിതി എന്താണെന്ന് പറഞ്ഞാൽ ആശ്ചര്യപ്പെടുന്ന സംഗതിയുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവർ വെടിവെച്ചിട്ടു എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഈ റഫേലിൻ്റെ ഡമ്മിയാണ്. ഇതും വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ 3 റഫേൽ വെടിവെച്ചിട്ടു എന്ന് വീരവാദം മുഴക്കിയ ആളാണ് ഈ ഖാജ ആസിഫ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അല്ല, പിന്നെ ഉണ്ട് ഇയാൾ ഈ സൈബർ പോരാളികൾ വലിയ ആക്രമണം നടത്തിയെന്ന് പറഞ്ഞല്ലോ. ഇന്ത്യയുടെ റഫേൽ വീണെന്നും പറഞ്ഞതിൻ്റെ തെളിവ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന സ്ക്രീൻഷോട്ടുകളും ഫോട്ടോകളും വ്യാജ വീഡിയോകളുമാണ് പാകിസ്ഥാൻ പുറത്തുവിടുന്നത്. ഇന്ത്യ സൈനിക മേധാവികളുടെ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് കൃത്യം സാറ്റലൈറ്റ് ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടപ്പോൾ ഇവരുടെ കയ്യിൽ ഒരു തേങ്ങാപ്പിണ്ണാക്കില്ലായിരുന്നു. ഇവർക്ക് ഈ സോഷ്യൽ മീഡിയ എന്താ പറയുക, ഈ പ്രൊപ്പഗൻഡ അതിനപ്പുറം ഒരു തേങ്ങാക്കുല ഇല്ലായിരുന്നു. ആ സമയത്താണ് ഈ ഖ്വാജ ആസിഫ് ഇപ്പോൾ പുതിയ ബ്ലണ്ടറുമായിട്ട് ഇറങ്ങിയേക്കുന്നത്. ഇന്ത്യക്കെതിരെ പോരാടിയത് അവരുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മറ്റേ സൈബർ പോരാളികളാണ്. ഇന്ത്യയിലെ IPL മത്സരത്തിലെ ലൈറ്റ് ഓഫ് ചെയ്ത് ഞങ്ങൾ ഹാക്ക് ചെയ്തിട്ടാണ്. എനിക്ക് തോന്നുന്നു മറ്റേ ഇന്ദ്രപ്രസ്ഥം സിനിമയുടെ അകത്ത് മമ്മൂട്ടി കണ്ടെത്തിയ സോഫ്റ്റ്വെയർ ഇല്ലേ, അതേപോലെ ഇതുവരെ ആരും കാണാത്ത ഏതോ സോഫ്റ്റ്വെയർ ഒക്കെ അവർ കണ്ടെത്തിയിട്ടുണ്ടാവും. അല്ലാണ്ട് ഈ പരിപാടിയൊന്നും മനുഷ്യസാധ്യമല്ല. ഇതാണ് പൊട്ടന്മാരെ നിന്റെയൊക്കെ പാക്കികളെന്ന് വിളിക്കും. പാവം പ്രായമുള്ളൊരു മനുഷ്യനല്ലേ, ക്ഷമിച്ചേ.